ഹിന്ദുരക്ഷാ മമാദീക്ഷാ. നമസ്കാരം. മഹാമക മഹോത്സവത്തിൻ്റെ 2026, അതായത് കേരളത്തിലെ കുംഭമേള 13ാം ദിവസം പിന്നിട്ടിരിക്കുകയാണ്. ഇന്ന് വരെ വളരെയധികം ഭക്തജനങ്ങളുടെ, വിശ്വാസികളുടെ, സനാതനധർമ്മ വിശ്വാസികളുടെ ഒരു കൂട്ടായ്മ തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിച്ചത്. കഴിഞ്ഞ ഏതാനും സമയങ്ങളുമായിട്ട് ഈ കാണുന്ന പരിസരം മുഴുവൻ ഈ സനാതനധർമ്മ വിശ്വാസികൾ ഈ ആരതി കാണുവാനും നിള സ്നാനം നടത്തുവാനും എത്തിച്ചേർന്നു. നമ്മൾ ഈ മഹാമക മഹോത്സവത്തിനെ പറ്റി പറയുകയാണെങ്കിൽ, സപ്ത നദികളുടെ പ്രവാഹമുണ്ടെന്ന് കരുതപ്പെടുന്ന ഈ നദിയിൽ എല്ലാവരും വന്ന് സ്നാനം ചെയ്താൽ തീർച്ചയായിട്ടും എല്ലാവർക്കും പുണ്യം ലഭിക്കുമെന്നാണ് വിശ്വാസം. ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരെ അല്ലെങ്കിൽ ത്രിമൂർത്തി സംഗമസ്ഥാനമായ ശ്രീചക്രത്തിന് പ്രാധാന്യമായ ആ ബിന്ദുവിലാണ് നമ്മൾ ഈ ആരതിയും ബാക്കിയെല്ലാം നടത്തപ്പെടുന്നത്. കൂടാതെ കേരളത്തിലെ എല്ലാ വിഭാഗക്കാരെയും ഉൾപ്പെടുത്തിയിട്ടുള്ള പല സമ്പ്രദായത്തിലുള്ള പൂജാ വിഭാഗങ്ങളും ഇതിനോട് അനുബന്ധിച്ച് നമ്മൾ നടത്തുന്നു. ഈ പൂജകളെല്ലാം ശക്തി അല്ലെങ്കിൽ ഊർജം, ആ ഒരു ചൈതന്യം ഈ പുഴയിൽ ആരാധിച്ച് അല്ലെങ്കിൽ പുഴയിലേക്ക് സമർപ്പിച്ച് ഏറ്റവും ഒടുക്കം 1-ാം തീയതി നടത്തപ്പെടുന്ന ശ്രീചക്ര പൂജ നവാവരണ ക്രിയയോടുകൂടി നടത്തി ആ ഒരു ശക്തിയെ പുഴയിൽ ലയിപ്പിക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. തീർച്ചയായിട്ടും ഭാരതത്തിലെ എല്ലാ ജനങ്ങൾക്കും പുണ്യം ലഭിക്കുവാനും പഞ്ചേന്ദ്രിയങ്ങളെ അല്ലെങ്കിൽ പഞ്ചഭൂതാത്മകമായ ഒരു ക്രിയ സമ്പ്രദായമാണ് ഇത്. വായു, ആകാശം, ഭൂമി തുടങ്ങിയ പഞ്ചഭൂതാത്മകമായ ആ സൃഷ്ടിയുടെ കാരകന്മാരാണ്. ആ സൃഷ്ടിക്ക് ആധാരമായ ജലത്തിനെ പൂജിക്കുക എന്നതാണ് അത്യധികമായ ലക്ഷ്യം. ആ നദി അത് നിളാനദിയാണ്. ആ നിളാനദി, ആ ജലമായ പഞ്ചഭൂതാത്മകമായ ആ നിളാനദിയെ ആരാധിച്ച് ആ നിളാനദിയുടെ പുണ്യം എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കുക എന്നതാണ് ലക്ഷ്യം. ഏതായാലും ഇന്നും ഇന്നലെയുമായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒട്ടനവധി ഭക്തജനങ്ങൾ പങ്കെടുക്കുകയുണ്ടായി. വരും ദിവസങ്ങളിലും ഇതിന് ഗംഭീരമാകും. വരും ദിവസങ്ങളിൽ യതി പൂജ, അഘോരികളുടെ പ്രവാഹം, അവരെല്ലാം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കൂടാതെ 2-ാം തീയതി നമ്മുടെ നാട്ടിലെ ഗ്രാമദേവന്മാരുടെ എല്ലാ ദേവന്മാരെയും ഇവിടെ വെച്ച് പൂജ നടക്കുന്നുണ്ട്. ഒട്ടനവധി ഭക്തജനങ്ങൾ ആരും ഇതുവരെ കാണാത്ത അല്ലെങ്കിൽ ദർശിക്കാത്ത പൂജാ സമ്പ്രദായങ്ങളും ഊർജ സ്രോതസ്സുകളും അനുഭവിക്കാൻ ആണ് ഇവിടെ എത്തിച്ചേരുന്നത്. തീർച്ചയായിട്ടും കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ മാതിരി എന്തോ അറിയില്ല, ഈ സദസ്സിലേക്ക് ഒരു പ്രത്യേകിച്ചൊരു ഉത്സവമോ ആഘോഷമോ ഒന്നുമില്ല. പക്ഷേ വൈകുന്നേരമായാൽ, ഈ നേരമായാൽ എല്ലാ ഭക്തജനങ്ങളും പല ജില്ലകളിൽ നിന്നും പല സംസ്ഥാനങ്ങളും ഇവിടെ എത്തിപ്പെടുന്നു. ഒരു കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്ന മാതിരി ഒട്ടനവധി ഭക്തജനങ്ങൾ അല്ലെങ്കിൽ വിശ്വാസികൾ ഇത് കാണാൻ ഇവിടെ എത്തിച്ചേർന്നു. അതുതന്നെ നമ്മുടെ മഹാമകത്തിൻ്റെ ഏറ്റവും പ്രത്യേകതയാണ്. ഏതായാലും വരും വർഷങ്ങളിൽ ഇതിൽ ഗംഭീരമായി 28 ദിവസം നടത്തണമെന്നാണ് ഞാൻ ഉൾപ്പെടെയുള്ള സംഘാടക സമിതി വിചാരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷമായി ഇതിന് ചുക്കാൻ പിടിച്ചതിൻ്റെ ഒരു എനിക്കുണ്ട്. കഴിഞ്ഞ 2016 ഇതിന് ഒരു ഗണപതി ഹോമവും ഒരു നിള ആരതിയും ഒരു കൊടിവിളക്കൂടും നടത്തി തുടങ്ങിയതാണ്. കഴിഞ്ഞ വർഷം എത്തി നോക്കുകയാണെങ്കിൽ 7 ദിവസം രഥഘോഷയാത്രയോട് സമാപിച്ചതാണ്. പക്ഷേ ഇപ്രാവശ്യം നമ്മുടെ മഹാമണ്ഡലം ആനന്ദവനം ഭാരതീയരുടെ നേതൃത്വത്തിൽ അതിഗംഭീരമായി വളരെ വിശേഷമായി ആഘോഷിക്കാൻ തീരുമാനിച്ചു. ഏതായാലും ഇത് നമ്മുടെ കയ്യിൽ നിന്ന് അപ്പുറം വിട്ടുപോയിരിക്കുകയാണ്. എന്തായാലും എല്ലാ ഭക്തജനങ്ങളും ഇത് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം. ഹിന്ദുരക്ഷാ